ജാമ്യം ലഭ്യമായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഏതായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ ഈ കേരളത്തിൽ എങ്ങനെയാണ് നിയമങ്ങൾ നടപ്പിലാകേണ്ടത് എന്നതിനെക്കുറിച്ച് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ള ആള് തന്നെ അഭിഭാഷകൻ മുഖേന പറഞ്ഞു പോയിട്ടുള്ളത് തെറ്റാണ് എന്ന് സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭ്യമായിട്ടുള്ളത്. തീർച്ചയായും വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ആംഗ്യം കൊണ്ട് പോലുമോ നമ്മുടെ സ്ത്രീകളെ അധിക്ഷേപിക്കാൻ പാടില്ല എന്നുള്ള നിയമമുണ്ടെങ്കിലും ആ നിയമം യഥായോഗ്യം നടപ്പിലാക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ കാര്യത്തിൽ വളരെയധികം ശ്ലാഘനീയമാണ്. തീർച്ചയായിട്ടും ഒരു നിയമ അവബോധമുള്ള ഒരു പൊതുസമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് ഇത് ഉതകുന്ന ഒരു സാഹചര്യമാണ്. ഇത് കേരളീയ സമൂഹത്തിന് നല്ല ഒരു സന്ദേശം നൽകാൻ ഇടവരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. അതിൽ ആ ബന്ധപ്പെട്ട നടി സാധാരണ നിയമം അനുശാസിക്കുന്നത് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾക്കിരകളായിട്ടുള്ള അതിജീവിതകളായിട്ടുള്ള സ്ത്രീകളുടെ പേര് പോലും പുറത്തു പറയാൻ പാടില്ല എന്നുള്ള. പക്ഷേ ആ നടി തൻ്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് സമൂഹത്തോട് മുമ്പാകെ അത് പറയാൻ മടിയില്ല എന്ന് പറയും. യഥാർത്ഥത്തിൽ വിരൽ ചൂണ്ടേണ്ടുന്നത് നിയമലംഘനം നടത്തുന്ന സ്ത്രീയെ അധിക്ഷേപിക്കുന്ന ആളുകളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പരാതി നൽകാൻ ഒരു സിനിമാ നടി മുന്നോട്ട് വന്നിട്ടുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. സ്ത്രീകൾക്ക് അന്തസ്സോടെ ആത്മവിശ്വാസത്തോടെ ജീവിക്കാനുള്ള ഒരിടമായിട്ട് ഈ കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു തരത്തിലേക്ക് കേരളീയ സമൂഹം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് 2025 വർഷം പിറന്നു വീണപ്പോൾ തന്നെ അത്തരത്തിലുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എന്ത് വൃത്തികേടും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ധരിച്ചു വെച്ചിട്ടുള്ള ആളുകൾക്കെതിരായിട്ടുള്ള ഒരു സന്ദേശം കൂടിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. എന്ത് വൃത്തികേടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ പുതിയ തലമുറക്ക് അത് തെറ്റാണ്, നിയമവിരുദ്ധമാണ് എന്ന് കാണുക മാത്രമല്ല കേരളത്തിലെ സൈബർ പോലീസ് വിങ്ങിന്റെ ഒരു ഇടപെടൽ. സൈബർ നിയമങ്ങളുണ്ടെങ്കിലും പലപ്പോഴും പോലീസ് അറച്ചു നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള പരാതികൾ അയച്ചു കഴിഞ്ഞാൽ സൈബർ സെല്ലിൻ്റെതായിട്ടുള്ള പോലീസിന്റെ ഒരു സൈബർ വിങ് തന്നെ കേരളത്തിലുണ്ട്. വളരെ ശക്തമായിട്ടുള്ള നടപടികൾ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് കൈക്കൊള്ളാൻ സ്ത്രീക്ക് ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കാൻ ഉതകുന്ന സാഹചര്യം ഉണ്ടാക്കാൻ ഈ സൈബർ നിയമങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി സൈബർ പോലീസ് വിങ് തയ്യാറാവണം എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ പറയാനുള്ളത്. നടിയുടെ പരാതി ലഭിച്ചിട്ടില്ല. അങ്ങനെ വ്യാജമാണോ തെറ്റാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ ഉള്ള സംവിധാനം വനിതാ കമ്മീഷനുണ്ട്.